ഇനി നമ്മൾ നമ്മൾ PDA പറഞ്ഞപ്പോൾ IDയെ കുറിച്ചൊക്കെ പറഞ്ഞു, ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്ക്രിപ്ഷനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇവിടെ ട്യൂറിംഗ് മെഷീൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്ക്രിപ്ഷനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ട്യൂറിംഗ് മെഷീൻ്റെ റെപ്രസെൻറ്റേഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഒരു ട്യൂറിംഗ് മെഷീൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഏതൊരു ഇൻസ്റ്റൻറ്റിലും നമ്മുടെ ട്യൂറിംഗ് മെഷീൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ അതിനകത്തുള്ള പ്രസൻറ്റ് സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പ്രസൻറ്റ് സ്റ്റേറ്റ് എന്താണോ അതനുസരിച്ചായിരിക്കും നെക്സ്റ്റ് സ്റ്റേറ്റ് എന്താണെന്നുള്ളതും ഇൻപുട്ട് എന്താണെന്നുള്ളതും നമ്മുടെ മൂവ്മെൻറ്റ് ലെഫ്റ്റിലേക്കാണോ റൈറ്റിലേക്കാണോ എന്നുള്ള മൂവ്മെൻറ്റ് തീരുമാനിക്കുന്നതും എന്താണ്, പ്രസൻറ്റ് സ്റ്റേറ്റ് ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. നെക്സ്റ്റ്, the input symbol which depends on the string written on the input tape at that instant of time. നമ്മുടെ ഇൻപുട്ട് സിമ്പിൾ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ചിലപ്പോൾ നമ്മുടെ ടേപ്പിനകത്ത് നമ്മൾ കൊടുക്കുന്ന എന്ന് പറയുന്ന ഇൻപുട്ട് സിമ്പിൾ ആയിരിക്കില്ല കൊടുക്കുന്നത്. കാരണം എന്താ, നമ്മൾ അതിൻ്റെ രണ്ട് ആക്ഷൻസ് പറഞ്ഞപ്പോൾ എക്സ് എന്ന് പറയുന്നതാണ് ഇൻപുട്ട് സിമ്പിൾ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ റീപ്ലേസ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ എന്ന് പറയുന്ന ഇൻപുട്ട് സിമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എക്സ് വെച്ചിട്ടായിരിക്കും റീപ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ട്യൂറിംഗ് മെഷീൻ്റെ കോൺഫിഗറേഷൻ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആൽഫ 1 Q ആൽഫ 2. Q എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് സ്റ്റേറ്റ് ഓഫ് ആണ് ആൽഫ 1 ആൽഫ 2. അതായത് നമ്മൾ ആ ടേപ്പിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. മനസ്സിലായോ? വലിയൊരു ടേപ്പ്, ഇൻഫിനിറ്റ് ടേപ്പാണ്. ആ ടേപ്പിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഏതൊക്കെയാണ് രണ്ട് പോർഷൻ എന്ന് വെച്ചാൽ ആൽഫ 1ഉം ആൽഫ 2. മിഡിലിൽ വരുന്നതാണ് നമ്മുടെ പ്രസൻറ്റ് സ്റ്റേറ്റ് ആയ Q. പ്രസൻറ്റ് സ്റ്റേറ്റിൻ്റെ ലെഫ്റ്റ് ആൽഫ 1ഉം പ്രസൻറ്റ് സ്റ്റേറ്റിൻ്റെ റൈറ്റ് ആൽഫ 2. അങ്ങനെയാണ് നമ്മുടെ ടേപ്പിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ടേപ്പിലിരിക്കുന്നത് x1 x2 എക്സെട്ര Q xi എക്സെട്ര xi+1 xn വരെയുള്ളതാണെങ്കിൽ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ആൽഫ 1ഉം ആൽഫ 2 ആവുമല്ലോ. അപ്പോൾ x1 x2 എക്സെട്ര വരെ വരുന്നത് ആൽഫ 1, ദെൻ xi+1 xi+2 എക്സെട്ര xn വരെ വരുന്നത് ആൽഫ 2. അങ്ങനെ രണ്ടായിട്ട് നമ്മൾ കട്ട് ചെയ്യും. ഓക്കെ, ആൽഫ 1ഉം ആൽഫ 2 എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫിനിറ്റ് ടേപ്പാണ്. x1 x2 എക്സെട്ര xn വരെയുള്ളതാണ് നമ്മുടെ ടേപ്പ്. ആ ടേപ്പിനെ നമ്മൾ പകുതി വെച്ച് പ്രസൻറ്റ് സ്റ്റേറ്റായ Q വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്യുമ്പോൾ Qന് ലെഫ്റ്റിലേക്കുള്ളത് ആൽഫ 1ഉം Qന് റൈറ്റിലേക്കുള്ളത് ആൽഫ 2. അപ്പോൾ അത് നമ്മുടെ എക്സിൻ്റെ രൂപത്തിൽ പറയുകയാണെങ്കിൽ x1 x2 എക്സെട്ര Q വരെയുള്ളത് ആൽഫ 1, ദെൻ xi+1 xi+2 എക്സെട്ര xn വരെയുള്ളത് ആൽഫ 2. അപ്പോൾ അത് എഴുതുമ്പോൾ ഇതേമാതിരിയാണ് നമ്മുടെ ഇരിക്കുന്നത്. Q എന്ന് പറയുന്നത് നമ്മുടെ പ്രസൻറ്റ് സ്റ്റേറ്റ്, അത് ടേപ്പിൽ എഴുതുന്നതല്ല, ഇൻപുട്ട് സിമ്പിൾസ് ആണ് നമ്മൾ ടേപ്പിൽ എഴുതുന്നത്. അപ്പോൾ ഫൈനൈറ്റ് കൺട്രോളിനകത്ത് Q എന്ന് പറയുന്ന പ്രസൻറ്റ് സ്റ്റേറ്റ്, അത് xi ആണ് നമ്മൾ പോയിന്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ xi എന്ന് പറയുന്നത് എന്താണ്, ആൽഫ 2, ദാറ്റ് ഈസ് ദ റൈറ്റ്. അപ്പോൾ xi എന്ന് പറയുന്നത് ആൽഫ 2ൻ്റെ ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ്, അതായത് ആൽഫ 2 സ്റ്റാർട്ട് ചെയ്യുന്നത് xiയിൽ നിന്നാണ്. അപ്പോൾ ലെഫ്റ്റ് മോസ്റ്റ് മൂവ് ഡെൽറ്റ ഓഫ് Q, xi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടക്കുന്നത് P, Y, R എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ആ കറസ്പോണ്ടിങ് Q എന്ന് പറയുന്ന സ്റ്റേറ്റിനെ റീപ്ലേസ് ചെയ്ത് P ആക്കി. ദെൻ നമ്മുടെ എക്സിൻ്റെ കറസ്പോണ്ടിങ് നമ്മൾ എന്ത് ചെയ്യും, Y വെച്ച് റീപ്ലേസ് ചെയ്യും. ദെൻ R റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഇതേതായിരുന്നു, xi ആയിരുന്നു. അവിടെ നിന്ന് എങ്ങോട്ടേക്ക് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ xi+1ലേക്ക് അടുത്തത് ടേപ്പ് ഹെഡ് മൂവ് ചെയ്യുന്നുണ്ടാവും. കണ്ടോ, x1 x2 എക്സെട്ര y എന്ന് പറയുന്നത് അവിടെ കൊണ്ട് പ്ലേസ് ചെയ്തതിന് ശേഷം xi ഇനിയില്ല, കാരണം നമ്മൾ xiയിൽ നിന്നാണ് നമ്മൾ പോയിന്റ് ചെയ്തത്. അപ്പോൾ xiയുടെ സ്ഥാനത്താണ് നമ്മൾ എന്തുകൊണ്ട് പ്ലേസ് ചെയ്തത്, y കൊണ്ട് പ്ലേസ് ചെയ്തത്. അടുത്ത റൈറ്റിലേക്ക് പോകാൻ പറഞ്ഞാൽ xi+1ലേക്കായിരിക്കും ടേപ്പ് മൂവ് ചെയ്തേക്കുന്നത്. P എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പ്രസൻറ്റ് സ്റ്റേറ്റ്. എന്തുകൊണ്ടാണ്, Q P ആയിട്ട് ചേഞ്ച് ആയില്ലേ, അപ്പോൾ P ആണ് ഇപ്പോഴത്തെ പ്രസൻറ്റ് സ്റ്റേറ്റ്. ഇനി തിരിച്ച് നമ്മുടെ Q, xiയിൽ നിന്നിട്ട് നമ്മൾ P, Y, L ആണ് പറയുന്നതെങ്കിൽ ലെഫ്റ്റിലേക്കാണ്. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്, നമ്മുടെ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യാൻ പറഞ്ഞാൽ എന്തായിരിക്കും, x1 x2 എക്സെട്ര Q, xi, xi-1 അങ്ങനെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും,
സോറി നമ്മൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്നാണ് മാറ്റേണ്ടുന്നത്. അപ്പോൾ എക്സ് ഐ മൈനസ് 1, കാരണം എക്സ് ഐ എന്ന് പറയുന്നത് ഇല്ല, അവിടെ എന്തായി വൈ ആയി. അതിന് തൊട്ട് മുന്നേ ഉള്ളത് എന്തായിരിക്കും, എക്സ് ഐ മൈനസ് 1 ആയിരിക്കില്ലേ. എക്സ് ഐ നമ്മൾ ഓൾറെഡി മാറ്റി വൈ ആക്കി. ഇനി നമ്മൾ ലെഫ്റ്റിലേക്കുള്ള മൂവ്മെൻ്റാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, വൈക്ക് തൊട്ട് മുന്നേ ഉണ്ടായിരുന്നത് എന്തായിരുന്നു വൈക്ക് തൊട്ട് മുന്നേ ഉണ്ടായിരുന്നത് വൈ എക്സ് ഐ ആണെങ്കിൽ അതിന് തൊട്ട് മുന്നേ ഉള്ളത് എന്തായിരിക്കും, എക്സ് ഐ മൈനസ് 1 ആയിരിക്കും. അപ്പോൾ ആ എക്സ് ഐ മൈനസ് 1ലേക്കായിരിക്കും പി പോയിൻ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേഷൻ ആയിരിക്കും നടക്കുക. അപ്പോൾ അവിടെ x1 x2 എക്സെട്ര ക്യൂ xi പ്ലസ് 1 എക്സെട്ര xn എന്ന് പറയുന്നത് എങ്ങനെ മാറും, x1 x2 എക്സെട്ര p xi മൈനസ് 1 y xi പ്ലസ് 1 എക്സെട്ര xn. അവിടെ നമ്മൾ 2 ട്രാൻസിഷൻ നടന്നു, ഒന്ന് ലെഫ്റ്റ് ട്രാൻസിഷനും ഒന്ന് റൈറ്റ് ട്രാൻസിഷനും. ആദ്യം നടന്നത് റൈറ്റ് ട്രാൻസിഷൻ, രണ്ടാമതാണ് ലെഫ്റ്റ് നടന്നത്. അപ്പോൾ അവിടെ നടന്ന ചേഞ്ചും കൂടി ഇൻക്ലൂഡ് ചെയ്ത് വേണം നമ്മളവിടെ എന്ത് കൊടുക്കാൻ, അതിൻ്റെ ഐ ഡി പറയാം. മനസ്സിലായോ? ഐ ഡിയുടെ ചിഹ്നമാണിത്. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ മുന്നേ ഉണ്ടായിരുന്ന പ്രീവിയസ് സംഭവം. അതിനെ നമ്മൾ ഒരു ലെഫ്റ്റും ഒരു റൈറ്റും ഓപ്പറേഷൻസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടിയതാണ് എഴുതിയത്. ഓക്കെ, നെക്സ്റ്റ് ട്യൂറിംഗ് മെഷീൻ്റെ ലാംഗ്വേജിനെ കുറിച്ചാണ്. ലാംഗ്വേജ് എൽ ഓഫ് എം ഇസ് ഈക്വൽ ടു ഡബ്ല്യു എന്ന് പറയുന്നത് എന്താണ്, സ്ട്രിങ് ഏതിനകത്തായിരിക്കും വരുന്നത്, ഏതിൻ്റെ കോമ്പിനേഷനാണ് സ്ട്രിങ്, സിഗ്മ. അപ്പോൾ സിഗ്മയ്ക്കകത്തുള്ള എല്ലാ വേരിയബിൾസ് അല്ലെങ്കിൽ എല്ലാ സിമ്പിൾസും കൂടി ചേർന്നുള്ള സ്ട്രിങ്. അതുപോലെ Q0W എന്ന് പറയുന്നത് ഐ ഡി, നമ്മുടെ എത്ര നമ്പർ ഓഫ് എം ആവാം എൻ ആവാം, നമുക്ക് എനി നമ്പർ ഓഫ് മൂവ്മെൻറ്റ്സ് അതിനകത്ത് ചെയ്യാൻ പറ്റും. alpha 1 P alpha 2 for some P in F and alpha 1 alpha 2 in gamma star. alpha 1 alpha 2 എന്താണ്, ടേപ്പിനകത്ത് വരുന്ന സിമ്പിൾസാണ്. അപ്പോൾ ആ ടേപ്പിനകത്ത് വരുന്ന സിമ്പിൾസിലുള്ളത് സിമ്പിൾസിനെയാണ് നമ്മൾ ഗാമ വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ആൽഫ 1നെയും നമ്മൾ ആൽഫ 2നെയും ടേപ്പിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തെങ്കിൽ അത് ടേപ്പിലുള്ളതല്ലേ. സോ ഗാമയ്ക്കകത്തുള്ളതായിരിക്കും ആൽഫ 1 ആൽഫ 2 എന്ന് പറയുന്നത്. പി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആണ്. ആ സ്റ്റേറ്റ് ചിലപ്പോൾ ഫൈനൽ സ്റ്റേറ്റ് ആവാം, ചിലപ്പോൾ അതിനകത്ത് ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ് ആയിട്ട് വരുന്നതാവാം. ഓക്കെ, അപ്പോൾ ഒരു ട്യൂറിംഗ് മെഷീൻ്റെ ലാംഗ്വേജ് അല്ലെങ്കിൽ ട്യൂറിംഗ് മെഷീൻ അക്സെപ്റ്റൻസ് ആണ് എന്ന് പറയുന്നത് അതിൻ്റെ ആക്ഷൻസ് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു മൂവ് ഇല്ലാണ്ട രീതിയിൽ ടേപ്പ് നിൽക്കുവാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഇൻപുട്ട് സിമ്പിൾസ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഇൻപുട്ട് സിമ്പിൾസ് യൂസ് ചെയ്തു, നെക്സ്റ്റ് ഒരു മൂവ്മെൻറ്റ് ആ ടേപ്പിനകത്ത് ഇനി വരാനില്ല. കാരണം അങ്ങേയറ്റം വരെ എല്ലാ ഇൻപുട്ട് സിമ്പിൾസും നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി അവിടെ ഒരു നെക്സ്റ്റ് ഫേർദർ മൂവ്മെൻറ്റ് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ വരാനില്ല എങ്കിൽ ആ ലാംഗ്വേജ് അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയാം. അതർവൈസ് ലാംഗ്വേജ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്തായിരിക്കും, അതായത് ആ ട്യൂറിംഗ് മെഷീൻ ഒരിക്കലും ഹോൾട്ട് ആവത്തില്ല, നിൽക്കത്തില്ല, കണ്ടിന്യൂസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഓരോ സ്ട്രിങ് അല്ലെങ്കിൽ ഓരോ വേരിയബിൾസ് അല്ലെങ്കിൽ സിമ്പിൾസ് മേടിച്ച് കണ്ടിന്യൂ ചെയ്ത് നെക്സ്റ്റ് മൂവ്മെൻറ്റ് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ നെക്സ്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു സ്റ്റോപ്പ് ഇല്ലാണ്ട് വരികയാണെങ്കിൽ ആ ലാംഗ്വേജ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എവിടെയെങ്കിലും വെച്ച് നമുക്ക് നെക്സ്റ്റ് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ഒരു ഫേർദർ മൂവ്മെൻറ്റ് വരാണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ട്യൂറിംഗ് മെഷീൻ്റെ ആ ഒരു കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഫൈനൽ സ്റ്റേറ്റിലേക്ക് എത്തുന്നുണ്ട്. ഓക്കെ, അതാണ് ലാംഗ്വേജ് അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. തന്നിരിക്കുന്ന സ്ട്രിങ്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ ടേപ്പിൻ്റെ ഫൈനൽ പൊസിഷൻ വരെ എത്താൻ പറ്റുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ഒരു മൂവ്മെൻറ്റ് ഇല്ലാതെ വരികയാണെങ്കിൽ ദാറ്റ് സ്ട്രിങ് ഈസ് അക്സെപ്റ്റഡ്. അതർവൈസ് എന്തായിരിക്കും, ട്യൂറിംഗ് മെഷീൻ ഒരിക്കലും ഹോൾട്ട് ആവത്തില്ല. എന്ത് ചെയ്യും, ഇൻപുട്ട് വരുന്നതിനനുസരിച്ച് അതിനെപ്പോഴും എന്തുണ്ടാവും, ഒരു ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ഉള്ള മൂവ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുക, ഒരിക്കലും ഹോൾട്ട് ആവാതെ നിൽക്കാണ്ടിരിക്കുക. ആ വരുന്ന കണ്ടീഷനിൽ ദാറ്റ് സ്ട്രിങ് ഈസ് നോട്ട് അക്സെപ്റ്റ്. ഓക്കെ, ദ നെക്സ്റ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ട്യൂറിംഗ് മെഷീൻ ആണ് നമ്മുടെ ഗ്രാഫ്, ട്രാൻസിഷൻ ഗ്രാഫ്. ട്യൂറിംഗ് മെഷീൻ്റെ ട്രാൻസിഷൻ ഗ്രാഫ് എങ്ങനെയെന്നുള്ളതാണ്. To represent a move delta of q, x is equal to p by r. Then the graph is represented as, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് ട്രാൻസിഷൻസിൽ ഒരു ട്രാൻസിഷനാണ് q, x. കറണ്ട് സ്റ്റേറ്റ് ക്യൂവും ഇൻപുട്ട് സിമ്പിൾ എക്സും ആണെങ്കിൽ
നമ്മൾ എന്താണ് ചെയ്യുന്നത്, സ്റ്റേറ്റ് ചേഞ്ച് ചെയ്ത് പിയിലേക്ക് മാറും. എക്സ് എന്ന് പറയുന്ന ഇൻപുട്ടിനെ റീപ്ലേസ് ചെയ്ത് വൈ ആക്കി മാറ്റും. ദെൻ ആർ എന്ന് പറയുന്നത് റൈറ്റിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യൂ ടു പി. കണ്ടോ, ക്യൂ ടു, ഇതാണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ക്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് പിയിലേക്ക് പോയി എന്താണ് അവിടെ ചെയ്തത്, എക്സിനെ റീപ്ലേസ് ചെയ്ത് വൈ ആക്കി. അപ്പോൾ എക്സ് ഓർ വൈ. ദെൻ അവിടെ നടക്കുന്ന ഷിഫ്റ്റ് എന്ന് പറയുന്നത്, മൂവ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ, റൈറ്റ് ആണ് പറഞ്ഞത്. സോ റൈറ്റ് അതിൻ്റെ മുകളിൽ എഴുതുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കറസ്പോണ്ടിങ് ഗ്രാഫിനകത്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, എക്സ് ഈസ് റീപ്ലേസ്ഡ് ബൈ വൈ, മൂവ് ഹെഡ് ടു റൈറ്റ് ആൻഡ് ചേഞ്ച് സ്റ്റേറ്റ് ക്യൂ ടു പി. ഇനി അതേപോലെ ക്യൂ ഡെൽറ്റ ഓഫ് ക്യൂ കോമ എക്സ് ഇസ് ഈക്വൽ ടു ദെൻ പി വൈ എൽ. എൽ ആണെങ്കിൽ എന്താണ് റെപ്രസെൻറ്റേഷൻ, ചേഞ്ച് ഒന്നുമില്ല. എന്താണ് നമ്മുടെ ആ ആറ് എഴുതിയ സ്ഥലത്ത് എന്ത് വരും, എൽ, ലെഫ്റ്റിലേക്കാണ് നമ്മൾ മൂവ് ചെയ്തത്. അതാണ് എക്സ് ഈസ് റീപ്ലേസ്ഡ് ബൈ വൈ, മൂവ് ഹെഡ് ടു ലെഫ്റ്റ് ആൻഡ് എന്താണ് ചേഞ്ച് ദ സ്റ്റേറ്റ് ഫ്രം ക്യൂ ടു പി. ഇതാണ് അവിടെ ട്രാൻസിഷൻ. നമ്മൾ ഡയഗ്രാം വരയ്ക്കുമ്പോൾ വേണ്ടുന്ന ട്രാൻസിഷൻ ഗ്രാഫ് റെപ്രസെൻറ്റേഷൻ. ഓക്കെ.